ഹിന്ദുവാണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും ജൈനനാണെങ്കിലും ബൗദ്ധനാണെങ്കിലും ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിയേണ്ട ഈ ഭാരതത്തിന്റെ മണ്ണിൽ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി ആരാധനാലയങ്ങളുടെ പേരിൽ തമ്മിലടിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് എന്ന് എല്ലാ മതസ്ഥരും ചിന്തിക്കണം. ഹിന്ദുമതത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന് മുഴുവൻ സുഖം പകരാനാണ് ഹിന്ദുമതം പഠിപ്പിച്ചിരിക്കുന്നത്. മറ്റു മതങ്ങളും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആ മതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രം ഇത്തരം നടപടികൾ കൈക്കൊള്ളുന്നത് ഭാരതത്തിന് ഗുണകരമല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അല്ലാഹു അമ്മ തൻ സലാം, ദൈവമേ നീയാണ് സമാധാനം. അത് ഇസ്ലാം മതവിശ്വാസികൾ മാത്രം പറയുന്നതാണോ? എല്ലാ മതവിശ്വാസികളും പറയുന്നതല്ലേ നീയാണ് സമാധാനം, ഭഗവാനെ ദൈവമേ നീയാണ് സമാധാനം. അത് ഇസ്ലാം മതത്തിൽ പറഞ്ഞാലും ഹിന്ദു മതത്തിൽ പറഞ്ഞാലും ക്രൈസ്തവ മതത്തിൽ പറഞ്ഞാലും എല്ലാം ഒന്നു തന്നെയല്ലേ? അപ്പോൾ മനുഷ്യന്റെ സമാധാനത്തിനും സ്നേഹപൂർണമായ പ്രവർത്തനത്തിനും സമാധാനപരമായ സഹവർത്തിത്വത്തിനും വേണ്ടി ഒരുമിച്ച് പോവുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും സംശയമില്ലാതെ ഒറ്റക്കെട്ടായി ഫാസിസത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം. ലോകത്ത് എവിടെല്ലാം ഫാസിസം ഉണ്ടായിട്ടുണ്ടോ ആ ഫാസിസത്തിനെതിരെ ജനങ്ങളുടെ ശക്തി ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ന് കാലം കറങ്ങി തിരിഞ്ഞു വരികയാണ്. ഇന്ത്യ എന്ന ആശയത്തിന്റെ കടക്കൽ കോടാലി വെക്കാൻ ശ്രമിക്കുന്നവരെ അവരെ നിയന്ത്രിക്കാൻ കഴിയത്തക്ക നിലയിൽ ഇന്ത്യൻ ജനാധിപത്യം ശക്തമാണെന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ആ മുന്നേറ്റങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയണം. ഫാസിസ്റ്റ് ശക്തികൾക്കും ഫാസിസ്റ്റ് ആശയങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവങ്ങൾ ലോകത്തെല്ലായിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം നിലപാടുകൾക്കെതിരെ ഒരുമിച്ച് പോരാടാൻ നമുക്ക് സാധിക്കണം. എല്ലാവരും ഒരുമിച്ച് പോകുന്ന ഒരവസ്ഥാവിശേഷത്തെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ ജാമിയ നൂരിയ എന്ന മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് ഫൈസി ബിരുദം നേടിയവരും അല്ലാത്തവരുമായ പണ്ഡിതന്മാരുള്ളപ്പോൾ ഖുർആൻ ഉദ്ധരിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ ഖുർആൻ ഞാനും വായിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ബൈബിൾ വായിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ഗീത വായിച്ചിട്ടുള്ള ആളാണ്. ഇത് മൂന്നും മനുഷ്യ സമൂഹത്തിന്റെ ഉദ്ധാരണത്തിനും ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിനും വേണ്ടിയാണ് ഉറക്കെ പറയുന്നത്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. കേരളത്തിലും അത് നമുക്ക് ഉറപ്പിക്കണം. ഇന്ന് അനാവശ്യമായി കേരളത്തിലും ഇത്തരം ശക്തികൾ തലപൊക്കാൻ ശ്രമിക്കുന്നു, തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നു, മഹത്തായ മതേതര മൂല്യങ്ങൾക്ക് നേരെ വെല്ലുവിളി ഉയർത്തുന്നു. അവിടെയാണ് പാണക്കാട് തങ്ങന്മാരുടെ ചരിത്രമുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പാണക്കാട് തങ്ങന്മാരെന്നും മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും വേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണ്. ഇസ്ലാം മത ആചാരക്രമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവർ. അതേസമയം ഇതര സമുദായങ്ങളുമായി ഇതര വിശ്വാസികളുമായും നല്ല ബന്ധം സ്ഥാപിക്കുന്ന ചരിത്രമാണ് പാണക്കാട് തങ്ങന്മാർക്ക് എന്നും ഉണ്ടായിട്ടുള്ളത്. അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും പാണക്കാട് തങ്ങന്മാരുടെയും മഹനീയമായ ചരിത്രം. സയ്യിദ് ബാഫക്ക് തങ്ങളുടെയും PMSA പൂക്കോയ തങ്ങളുടെയും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഹൈദർലാലി തങ്ങളുടെയും പാണക്കാട് സാദിഖലി തങ്ങളും ഉയർത്തിപ്പിടിക്കുന്നത് ആ മഹത്തായ സന്ദേശമാണ്. ഈ മഹാന്മാരായ പാണക്കാട് തങ്ങന്മാരുടെ പാരമ്പര്യം ഇന്ന് സാദിഖലി ശിഹാബ് തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇവിടെ കേരളത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാവുന്നിടത്ത് നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനം ഐക്യത്തിൻ്റെതാണ്, യോജിപ്പിന്റേതാണ്. ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ സമാധാനത്തിന്റെ ദൂതുമായി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പോകുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിനും മതേതരത്വത്തിനും വലിയ വലിയ സംഭാവനയാണ് നിങ്ങൾ നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തലശ്ശേരിയിൽ ചെന്ന് ബിഷപ്പിനെ കണ്ടാലും അതോടൊപ്പം തന്നെ
കൊച്ചിയിൽ പോയി നിങ്ങൾ ബിഷപ്പുമാരെ സന്ദർശിക്കുന്നതും നൽകുന്ന സന്ദേശം മതേതരത്വത്തിന്റേതാണ്, ഐക്യത്തിന്റേതാണ്. അത് കേരള സമൂഹത്തിന് നൽകുന്ന, റോമിൽ പോയി മാർപ്പാപ്പയെ കണ്ടപ്പോൾ അത് നിങ്ങൾ നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. അത് കേരളത്തെ ശക്തിപ്പെടുത്തുന്നു. ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. സാധാരണഗതിയിൽ മാർപ്പാപ്പയെ ദൂരങ്ങളിൽ നിന്നാണ് ആളുകൾക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഇന്ത്യൻ പാർലമെന്ററി ഡെലിഗേഷന്റെ ലീഡറായി ഒരിക്കൽ പോയപ്പോഴാണ് ജോൺ പോൾ രണ്ടാമനെ എനിക്ക് കാണാനുള്ള അവസരം ഉണ്ടായത്. ഞാൻ 4 തവണ റോമിൽ പോയിട്ടുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാർപ്പാപ്പയുമായി കൈകൊടുത്ത് നിൽക്കുന്ന ചിത്രം കണ്ടപ്പോൾ വാസ്തവത്തിൽ എന്റെ മനസ്സ് നിറഞ്ഞു. മറ്റൊന്നുമല്ല, അതാണ് ഇന്ന് ആവശ്യം. മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളല്ല, മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലോകത്തെ ജനതയ്ക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയത്. അതാണ് ഉദാത്തമായ മാതൃക. ആ ഉദാത്തമായ മാതൃക കേരളം എന്നും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഏത് എതിർപ്പുണ്ടെങ്കിലും, ആരുടെ വിമർശനമുണ്ടെങ്കിലും മുസ്ലിം ലീഗും പാണക്കാട് തങ്ങന്മാരും അചഞ്ചലമായ നിലപാടുമായിട്ട് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മതങ്ങൾക്കും സ്വീകാര്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പാണക്കാട് തങ്ങന്മാരുടെ മഹനീയമായ പാരമ്പര്യം. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇസ്ലാം മതവിശ്വാസികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഇതര മതസമൂഹങ്ങളെയും ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നതാണ് ബാഫയ്ക്ക് തങ്ങളുടെ കാലം മുതൽ PMASA പൂക്കോയ തങ്ങളുടെയും ശിഹാബ് തങ്ങളുടെയും പാരമ്പര്യം. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാളുകളിലും മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. നാടിന്റെ ഐക്യം, ജനതയുടെ സൗഹാർദ്ദം, പരസ്പര വിശ്വാസം ഇതെല്ലാം ഊട്ടിയുറപ്പിച്ച് നമുക്ക് ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ കഴിയും. കേന്ദ്രം ഭരിക്കുന്ന മോഡി ആജീവനാന്തം ഇന്ത്യ ഭരിക്കില്ല. അവിടുത്തെ ഭരണകൂടം ആജീവനാന്തം ഇന്ത്യ ഭരിക്കില്ല. അവരുടെ കാലുകൾ ഇടറി തുടങ്ങി. ഇന്ത്യ എന്ന ആശയം അത് ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.